നന്ദിഗ്രാമിലും അടിയന്തരാവസ്ഥാ കാലത്തും ജനങ്ങൾക്കുമേൽ ഭരണാധികാരികൾ വെടിവെച്ചിട്ടുണ്ട്. പക്ഷേ അതുപോലെ നിങ്ങൾ ഭരണത്തിൽ വന്നാൽ ഞങ്ങളും വെടിവെക്കും എന്ന് പറയാൻ പാടില്ല. ഭരണത്തിൽ വന്നാൽ അങ്ങനെ ചെയ്യുമായിരിക്കാം. എന്നാൽ പ്രധാനമന്ത്രിയുടെ ഉപദേശകനല്ലാത്ത കാലത്തോളം അക്രമങ്ങളെ എങ്ങനെ നേരിടണമെന്ന് പറഞ്ഞുകൊടുക്കേണ്ട കാര്യമുണ്ടോ? മോഹൻദാസ് ഇന്ത്യയിൽ ഭരിക്കപ്പെടുന്ന ഒരാൾ മാത്രമാണ്. വെറുമൊരു അടിമയാണ്. അടിമ ഏതൊരു സമയത്തും ആരാലും ആക്രമിക്കപ്പെടാം. അത് ഒരു വ്യക്തിയിൽ നിന്നാകാം, പോലീസിൽ നിന്നോ കോടതിയിൽ നിന്നോ ആകാം. അപ്പോൾ എന്തു ചെയ്യാനാകും? 1948 മുതൽ അതിനുള്ള സ്വാതന്ത്ര്യം ബ്രിട്ടീഷുകാർ നൽകിയിട്ടാണ് പോയത്. അതിന് ഒരു മാറ്റം വരുത്താൻ വേണ്ട നെഞ്ചുറപ്പും തന്റേടവും കൗശലവും ഇന്ത്യൻ ജനതയ്ക്ക് എന്നാണ് കൈവരിക. അതുവരെ സഹിക്കുകയല്ലാതെ മറ്റൊരു മാർഗമില്ല. നിയമസഭ തല്ലിപ്പൊളിച്ചാലും പൊതുമുതൽ നശിപ്പിച്ചാലും പൊതുസ്ഥലങ്ങളിലും സോഷ്യൽ മീഡിയകളിലും സ്ത്രീകൾ എന്തു കാണിച്ചാലും ഭരണകർത്താക്കൾക്കും ജഡ്ജിമാർക്കും ഒന്നും സംഭവിക്കില്ല. ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ച് പ്രതിലോമ ശക്തികൾക്ക് വ്യക്തമായി അറിയാം. അതുകൊണ്ടാണ് അവർ നിയമങ്ങളെ അതുപോലെ കൈകാര്യം ചെയ്യുന്നത്. നിങ്ങൾക്കും ഇതുപോലെ കേസുകൾ ഉണ്ടാക്കുവാനും ജനങ്ങളെ ജയിലിലടക്കുവാനും സ്വാതന്ത്ര്യവും അവസരവുമുണ്ട്. അതാണ് ഇന്ന് കേരളത്തിൽ കണ്ടുവരുന്നത്. സ്വാശ്രയ മിഷൻ.